ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 സ്പെക്ട്രോസ്കോപ്പിയിലെ സ്പെക്ട്രം അനാലിസിസ്, അതായത് NMR സ്പെക്ട്രം വരയ്ക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ടെട്രാമീഥൈൽ സിലൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്തുകൊണ്ടാണ് റെഫറൻസ് ആയിട്ട് എടുക്കാൻ കാരണമെന്ത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു, കാരണം ഇതായിരുന്നു, അതായത് ഷാർപ്പ് ഇൻറ്റൻസ് പീക്കാണ് ടെട്രാമീഥൈൽ സിലൈൻ ഉള്ളത്. അതുപോലെ തന്നെ ഷീൽഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ടെട്രാമീഥൈൽ സിലൈൻ്റെ കൂടുതലാണ്. ഇത്രയും കാരണത്താലാണ് നമ്മൾ ടെട്രാമീഥൈൽ സിലൈനെ TMSനെ റെഫറൻസ് ആയിട്ട് എടുക്കാൻ കാരണം. അപ്പോൾ നമുക്ക് പ്രോട്ടോൺ NMR, അതായത് NMR സ്പെക്ട്രം, പ്രോട്ടോൺ എന്ന് പറയുന്ന ഹൈഡ്രജൻ തന്നെയാണ്. NMR സ്പെക്ട്രം ഓഫ് ഈഥൈൽ ബ്രോമൈഡിൻ്റെ ആദ്യം സ്പെക്ട്രം അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈഥൈൽ ബ്രോമൈഡ് അല്ലേ, ഈഥൈൽ ബ്രോമൈഡ് എന്ന് പറയുന്നത് CH3 CH2 Br, CH3 CH2 Br. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കിനും സ്പെക്ട്രം അനാലിസിസ്, അതായത് NMR സ്പെക്ട്രം വരയ്ക്കണമെങ്കിൽ ഡെൽറ്റ സ്കെയിൽ വേണം, ടെട്രാമീഥൈൽ സിലൈൻ റെഫറൻസും വേണം അല്ലേ. അപ്പം ഈ സ്പെക്ട്രം അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് സ്പെക്ട്രം, അതായത് കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് കാർബണാറ്റം എന്ന് പറയുന്ന എത്ര കാർബണാറ്റം ഉണ്ട്? 2 കാർബണാറ്റം ഉണ്ട്. ഈ 2 കാർബണാറ്റത്തിൻ്റെയും സ്പ്ലിറ്റിംഗ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ബ്രോമിൻ്റെ സ്പ്ലിറ്റിംഗ് നമ്മൾ നോക്കുന്നില്ല. അതായത് NMR സ്പെക്ട്രം അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജൻ്റെ സ്പ്ലിറ്റിംഗ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ആ ഹൈഡ്രജൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് N+1 റൂൾ അനുസരിച്ചിട്ടാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഏത് റൂളാണ്? N+1 റൂൾ അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേനും ആദ്യത്തെ അതായത് ഹൈഡ്രജൻ, അതായത് ഇത്രയും നോക്കിയാൽ കാർബണാറ്റത്തിൽ ഹൈഡ്രജൻ ഏതൊക്കെയാണ്? CH3 ഉണ്ട്, CH2 ഉണ്ട്, 1 2 അല്ലേ. ഫസ്റ്റ് നമ്മൾ CH3 എടുക്കുന്നു. ഇനി ഈ CH3യുടെ സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് N+1 റൂൾ അനുസരിച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് നമ്മുടെ നെയ്ബറിങ് ആയിട്ടുള്ള കാർബണാറ്റത്തിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും സ്പ്ലിറ്റിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ CH3യുടെ നെയ്ബറിങ് ആയിട്ട്, ഈ CH3യുടെ നെയ്ബറിങ് ആയിട്ട് ആരാണ് കിടക്കുന്നത്? CH2. ആ CH2വിന് എത്ര ഹൈഡ്രജൻ ഉണ്ട്? CH2വിൽ 2 ഹൈഡ്രജൻ. അപ്പോൾ N+1 റൂൾ അനുസരിച്ചിട്ടാകുമ്പം CH3യുടെ സ്പ്ലിറ്റിങ് ശ്രദ്ധിച്ചോണം, N=2 ആണ് വരുന്നത്. ഓക്കെ, അതായത് ഹൈഡ്രജനാറ്റത്തിലുള്ള നെയ്ബറിങ് ആയിട്ടുള്ള കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജൻ്റെ എണ്ണമാണ് നോക്കുന്നത്, കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ കാർബണാറ്റത്തിലുള്ള CH3യുടെ നെയ്ബറിങ് ആയിട്ട് CH2 ആണ്. അതിന് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പോൾ അത് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? N+1 2+1 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് വരുന്നത്? CH3 കഴിഞ്ഞു. ഇനി CH2ൻ്റെ സ്പ്ലിറ്റിംഗാണ് നോക്കുന്നത്. CH2ൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്, അതായത് CH2ൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ നെയ്ബറിംഗ് എന്ന് പറയുന്നത് 2 വശത്തും കിടക്കുന്നുണ്ട്, തൊട്ടടുത്ത് കിടക്കുന്ന, ഒന്ന് Brഉം കിടപ്പുണ്ട്, ഒന്ന് CH3യും കിടപ്പുണ്ട്. പക്ഷേങ്കിൽ നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജൻ്റെ സ്പ്ലിറ്റിംഗാണ്. നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയേ വരത്തുള്ളൂ? 3 വരുള്ളൂ അല്ലേ. N=3 വരുന്നത്. N=3 ആണെങ്കിൽ N+1 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് നമ്മുടെ ഏതനുസരിച്ചിട്ടാണ് പോകുന്നത്? പാസ്കൽസ് ട്രയാങ്കിൾ അനുസരിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ കഴിഞ്ഞ ദിവസം എഴുതാൻ പഠിച്ചാണ്. 1 1 1 1, ഈ 1ഉം 1ഉം കൂടെ കൂട്ടി 2 1. ഇനി ഈ 1ഉം ഈ 2ഉം കൂടെ കൂട്ടി 3, ഈ 2ഉം ഈ 1ഉം കൂടെ കൂട്ടി 3, അപ്പുറം ഇപ്പുറയും 1. ഓക്കെ, ഇനി ഈ 1ഉം ഈ 3ഉം കൂടെ കൂട്ടി 4, ഈ 3ഉം കൂടെ കൂട്ടി 6, ഈ 3ഉം ഈ 1ഉം കൂടെ കൂട്ടി 4, അപ്പുറം ഇപ്പുറയും 1. ഓക്കെ, ഇനി ഈ 4ഉം ഈ 1ഉം കൂടെ കൂട്ടി 5, ഈ 4ഉം ഈ 6ഉം കൂടെ കൂട്ടി 10, ഈ 6ഉം ഈ 4ഉം കൂടെ കൂട്ടി 10, ഈ 4ഉം ഈ 1ഉം കൂടെ കൂട്ടി 5, അപ്പുറം ഇപ്പുറയും 1. ഓക്കെ, ഇത്രയും നോക്കുക കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് വരുന്നത് 1 1 1, അതായത് 1:1 1:1 1:2 അങ്ങനെ പോകുന്നത്. ഈ രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഈ പേജിൽ തന്നെ ഇത് മൊത്തം ചെയ്യേണ്ടതാണ്. അപ്പം N=, ഓക്കെ, N=0 ആണെങ്കിൽ ഒരൊറ്റ സ്പ്ലിറ്റിങ്ങേ കാണുകയുള്ളൂ. ഇത് N=1, N=2, N=3,
n ഈസ് ഇക്വൽ ടു 4, ഇവിടെ n ഈസ് ഇക്വൽ ടു 5. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് നോക്കിയേ, നമ്മുടെ n ഈസ് ഇക്വൽ ടു 2 ആണ് എങ്കിൽ നമുക്കിവിടെ വരുന്ന സ്പ്ലിറ്റിംഗ് ഏതാ? n ഈസ് ഇക്വൽ ടു 2 എന്ന് പറഞ്ഞ ഈ രീതിയിലല്ലേ പോകുന്നത്. n ഈസ് ഇക്വൽ ടു 2-ൻ്റെ 1:2, 2:1 അല്ലേ? എങ്ങനെ വരുന്നത്? 1:2, 2:1. ഓക്കെ, ഇനി n ഈസ് ഇക്വൽ ടു 3, അതായത് CH2-ൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഇതല്ലേ വന്നേക്കുന്നത്. അപ്പോൾ n ഈസ് ഇക്വൽ ടു 3 അല്ലേ? അപ്പോൾ 3 ആണെങ്കിൽ ഏതാണ് വരുന്നത്? 1:3:3:1 ഈ രീതിയിലാണ് സ്പ്ലിറ്റിംഗ് വരുന്നത് അല്ലേ? 1:3:3:1. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ സ്പെക്ട്രം അനലൈസ് ചെയ്യുക. സ്പെക്ട്രം അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഡെൽറ്റ സ്കെയിൽ വേണം. ഓക്കെ, സ്പെക്ട്രം അനലൈസ് ചെയ്യാനായിട്ട് ഇച്ചിരി കൂടെ താത്തി വരയ്ക്കാം അല്ലേ? സ്പെക്ട്രം അനലൈസ് ചെയ്യാനായിട്ട് ഡെൽറ്റ സ്കെയിൽ വേണം. ഈ ഡെൽറ്റ സ്കെയിലിൻ്റെ ഇതെന്ന് പറയുന്നത് 0 to 10 ആണ്. ഇത് വേണ്ടാത്താണ്. ഡെൽറ്റ സ്കെയിലിൻ്റെ ഇതെന്ന് പറയുന്നത് 0 to 10 ആണ് മെഷർമെൻറ്റ്. ഡെൽറ്റ സ്കെയിൽ എന്ന് എഴുതുക. ഇനി നമ്മുടെ ടെട്രാമീഥൈൽ സിലൈൻ എന്നുള്ളത് TMS റെഫറൻസ് ആയിട്ട് അവിടെ എഴുതി വെച്ചേക്കുക. അതുപോലെ തന്നെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ CH3-ക്കകത്തും CH3-യും CH2-ഉം എവിടെയാണ് എഴുതുന്നത്, ഈ സ്കെയിലിൻ്റെ എവിടെയാണ് എഴുതുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈഡ്രജൻ്റെ എണ്ണം കൂടുതലും അതുപോലെ തന്നെ ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, OH ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള കോമ്പൗണ്ട് അടുത്തില്ല എങ്കിൽ അതിനെ നമ്മൾ ഈ TMSൻ്റെ അടുത്തോട്ട് വരച്ച് വെക്കുക. അതായത് ഇതിൻ്റെ അകത്ത് CH2 എന്ന് പറയുന്ന ബ്രോമിൻ്റെ അടുത്താണ്. അപ്പോൾ അത് ഈ ഏതാ ഇവിടെ 10 എന്ന് പറയുന്ന ഡീഷീൽഡിങ് എഫക്റ്റാണ്. ഡീഷീൽഡിങ് എഫക്റ്റ്. ഇതെന്ന് പറയുന്നത് ഷീൽഡിങ് എഫക്റ്റ്. ഓക്കെ, ഡീഷീൽഡിങ്ങും ഷീൽഡിങ്ങും. അപ്പോൾ ഡീഷീൽഡിങ്ങിൻ്റെ അടുത്തോട്ട് ഈ CH2 ഉള്ളത് BR കൂടെ ഉള്ളത് വരയ്ക്കുക. CH3-യുടെ എവിടെ വരയ്ക്കുക? ഈ ടെട്രാമീഥൈൽ സിലൈൻ്റെ അടുത്തോട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി അതിൻ്റെ നമ്പറിംഗ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. CH3-യുടെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? 1:2:1. n ഈസ് ഇക്വൽ ടു 2 ആണ്. 1:2:1. അതിനെ നമ്മൾ പീക്ക് വരയ്ക്കുമ്പോൾ ഒരു 1:2 എന്ന് പറയുന്ന ഇച്ചിരിയും കൂടെ മുകളിലോട്ട് 2:2. ഈ 2-ഉം കൂടെ ഇത് തമ്മിൽ ഒരുപോലെ ഇരുന്നാൽ മതി. 1:2:1 ടെട്രാമീഥൈൽ സിലൈൻ്റെ തൊട്ടിപ്പറയായിട്ട് വരയ്ക്കാം. ഇനി അടുത്ത നമ്മുടെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് CH2-ൻ്റെയാണ്. CH2-ൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് നെയ്ബറിങ് കാർബൺ ആറ്റത്തിൽ 3 ഹൈഡ്രജൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ എങ്ങനെ വരും? 1:2 അല്ലേ? 1:3:3:1. അത് ഇച്ചിരി കൂടെ മാറ്റി അങ്ങ് വരച്ചേക്കാം. 1:3:3:1. ഓക്കെ, 1:3:3:1. 1:3:3:1. ഈ മേളിലത്തെ ഇത് വട്ടിയിട്ടേക്കുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മൾക്ക് ഏതിന് വേണ്ടത്? അതായത് NMR സ്പെക്ട്രം അനലൈസ് ചെയ്യുമ്പോഴത്തേക്കിനും, അതായത് NMR സ്പെക്ട്രം എന്ന് പറയുന്നത് NMR സ്പെക്ട്രം ഓഫ് ഈഥൈൽ ബ്രോമൈഡിൻ്റെ NMR സ്പെക്ട്രം എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത്രയും വരച്ചു വെക്കാം. അതുപോലെ തന്നെ CH3 എന്ന് പറയുന്നത് 1:2 ആണ്. ട്രിപ്ലറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതൊക്കെ എഴുതി വെക്കണം. അത് നമുക്ക് ആദ്യം ഇത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നെ CH2 എന്ന് പറയുന്നത് n=3 ആണ്. ക്വാർട്ടറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര എഴുതി വരച്ചതിന് ശേഷം പാസ്കൽസ് ട്രയാങ്കിൾ മസ്റ്റാണ്. അത് കാണാതെ പഠിക്കണം. പാസ്കൽസ് ട്രയാങ്കിൾ വരച്ചിട്ട് എന്ത് ചെയ്യുക? സ്പെക്ട്രം ഇതുപോലെ വരച്ച് വെക്കുക. ഓക്കെ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ നമുക്ക് വേർഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് കുറച്ച് ഇതും കൂടി ഉണ്ട്, എക്സാമ്പിളും കൂടി ഉണ്ട്. അത്രയും കൂടെ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാകും. വരയ്ക്കാനുള്ളത് ഒരുമാതിരി ആകും. ഓക്കെ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വേർഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. നോക്കിയേ, ഇൻ ഈഥൈൽ ബ്രോമൈഡ് ദർ ആർ 2 types ഓഫ് പ്രോട്ടോൺ, CH3 ആൻഡ് CH2 അല്ലേ. ദ CH3 പ്രോട്ടോൺ ഗീവ്സ് പീക്ക് അറ്റ് ലോവർ വാല്യൂ നിയർ ദ സ്റ്റാൻഡേർഡ് TMS. അതായത് ഹൈഡ്രജൻ്റെ എണ്ണം കൂടുതലുള്ളത് TMSൻ്റെ അടുത്തോട്ട് വരുന്നു എന്നൊന്ന് ഓർത്താൽ മതി. ബട്ട് ദ CH2 പ്രോട്ടോൺസ് ഗീവ് ദ പീക്ക് അറ്റ് ദ ഹയർ വാല്യൂ ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ബ്രോമിൻ ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത് കാരണം അത് ഡീഷീൽഡിങ് എഫക്റ്റിൻ്റെ അടുത്തോട്ട് പോകും. അതായത് 10 കെമിക്കൽ ഷിഫ്റ്റ് കൂടുതലുള്ളിടത്തോട്ട് പോകും. ഇനി എന്താണ്? CH3 പ്രോട്ടോൺ ഫർദർ സ്പ്ലിറ്റ് ഇൻ ടു ട്രിപ്ലറ്റ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് 2 പ്രോട്ടോൺ
ഇൻ ദ അഡ്ജസൻറ്റ് കാർബൺ ആറ്റം CH2 N+1 2+1 = 3. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. സിമിലർലി CH2 പ്രോട്ടോൺ സ്പ്ലിറ്റ് ഇൻറ്റു ക്വാർട്ടറ്റ് എത്രയാണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ 3 പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ അഡ്ജസൻറ്റ് CH3 അല്ലെ. N+1 = 3+1 = 4 സിഗ്നൽസ് ആണ് വരുന്നത്. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞാണ്. ഇത് നിങ്ങൾക്ക് സെൻറ്റൻസിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ ഇതൊന്ന് സെൻറ്റൻസിൽ എഴുതി വെക്കുക. സെൻറ്റൻസിൽ എഴുതി വെച്ചതിന് ശേഷം ഇത് വരയ്ക്കുക അല്ലേ. ഇത് നമ്മൾ നോക്കിയ ടെട്രാമീഥൈൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പീക്കായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ വരയിട്ട് ലൈൻ ഇട്ട് വെച്ചാലും മതി കേട്ടോ. ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഓക്കെ, കെമിക്കൽ ഷിഫ്റ്റ് ഡെൽറ്റ PPM കൊടുക്കുക. 0 to 10 വരെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. 0 to 10 വരെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ വരച്ച് വെക്കുക. ഇനി അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ നമുക്കൊന്ന് നോക്കാം. പ്രൊപ്പൈൻ്റെ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, CH3 ഇത് ഇവിടെ തന്നെ നമുക്ക് വരച്ച് വെക്കാം. CH3 അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. CH3 CH2 CH2 ഇതിൻ്റെ അകത്ത് CH3 ഉണ്ട്, CH2 ഉണ്ട് അല്ലേ. പക്ഷേ എങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 CH3 ഉണ്ട് അല്ലേ. 2 CH3 ഉണ്ട് എങ്കിൽ ഇതിൻ്റെ അകത്ത് ആദ്യം ഏത് CH3 എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരത്തില്ലേ. അപ്പം 2 CH3യും കൂടെ അടുത്ത് എവിടെ വരും? ടെട്രാമീഥൈൽ സിലേൻ, അതായത് റെഫറൻസിൻ്റെ പീക്കിൻ്റെ അടുത്തോട്ട് 2 CH3യും കൂടെ എങ്ങനെ വരും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്ത് ചെയ്യണം? ഈ CH3യും ഈ CH3 എടുക്കുക. ഓക്കെ, ഈ CH3 എടുത്തു കഴിയുമ്പോഴത്തേനും അതിൻ്റെ നെയ്ബറിങ് ആയിട്ട് ആരാന്നുള്ളത് നോക്കുക. ഇതിൻ്റെ നെയ്ബറിങ് ആയിട്ട് ആരാ കിടക്കുന്ന? CH2. ഇപ്പം വല്ലവരും ഉണ്ടോ? ഇല്ല. ഇനി ഈ CH3 എടുത്ത് നോക്കുക. ഈ CH3യുടെ നെയ്ബറിങ് ആയിട്ടും ആരാണ്? ഈ നടുക്ക് കിടക്കുന്ന CH2. ഇപ്പം വല്ലവരും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ 2 CH3യുടെയും എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലേ. 2 CH3യുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് ഇതിനെന്തായിരിക്കും? ഓക്കെ, ഒന്നുകൂടെ വരയ്ക്കാം അല്ലേ. ഇതല്ലായിരുന്നു. അതുപോലെ തന്നെയുണ്ട്. ഓക്കെ, ഈ 2 CH3യുടെ നെയ്ബറിങ് എന്ന് പറയുന്നത് സെയിം CH2 ആയതുകൊണ്ട് ഒരേ എൻവയോൺമെൻ്റ് ആണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഒരേ എൻവയോൺമെൻ്റ് ആയതുകൊണ്ട് 2ന് നമ്മൾ A എന്ന് കൊടുക്കുക. ഓക്കെ, ഇതിന് B എന്നും കൊടുക്കുക. അപ്പം നമ്മുടെ CH3 എടുക്കുക. ഫസ്റ്റ് CH3 രണ്ടും കൂടെ കൂട്ടി ഒന്നെടുത്താൽ മതി. CH3 നമ്മൾ CH3യുടെ സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് നെയ്ബറിങ് ആയിട്ടുള്ള കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജനാണ്. ഈ CH3യുടെ നെയ്ബറിങ് ആയിട്ട് അല്ലെ ഈ CH3യുടെ നെയ്ബറിങ് ആയിട്ട് ആരാ കിടക്കുന്ന? CH2. അതിൻ്റെ നമ്പർ ഓഫ് കാർബണാറ്റത്തിലുള്ള നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 2 അല്ലേ. അപ്പം നമ്മുടെ സ്പ്ലിറ്റിങ് എങ്ങനെ വരും? N+1 = 3. ഇത്രയും ഓക്കെ അല്ലേ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ CH3 എടുത്ത് ഈ CH3 ഒരുപോലെ എടുത്തു. ഇനി നമ്മുടെ ഈ CH2 എടുക്കുക. ഈ CH2 എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും സൈഡിൽ നോക്കുക. കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജൻ്റെ ഈ CH2ൻ്റെ സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് നെയ്ബറിങ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജൻ്റെ സ്പ്ലിറ്റിങ്ങാണ്. നെയ്ബറിങ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഇവിടെ 3 6 സ്പ്ലിറ്റിങ് അല്ലെ. 6 N = 6 ആണ്. സ്പ്ലിറ്റിങ് N+1 = 7 വരും. സ്പ്ലിറ്റിങ് 7 വരും. അപ്പോൾ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഇനി നമ്മൾ എന്താ വരയ്ക്കേണ്ട? പാസ്കൽസ് ട്രയാങ്കിളാണ് വരയ്ക്കേണ്ട അല്ലേ. പാസ്കൽസ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോഴത്തേക്കിനും എങ്ങനെയാണ്? 1 1 1 1 2 1 1 3 3 1 1 4 6 4 1 1 5 10 10 5 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ. N = 0, N = 1, N = 2, N = 3, N = 4, N = 5. അപ്പോൾ ഇവിടെ N = 6 വരണ്ട അല്ലേ. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ വരുമ്പോൾ 6 15 20 15 6 അപ്പുറം ഇപ്പുറം 1 N = 6. ഓക്കെ, അപ്പോൾ 7 ആയിട്ട് നോക്കി 1 2 3 4 5 6 7 ആയിട്ട് സ്പ്ലിറ്റിംഗ് അവിടെ നടപ്പുണ്ട്. അപ്പം നമ്മുടെ ഈ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ആരുടെയാണ്? ഇതിൻ്റെയാണ്. N = 6ൻ്റെ സ്പ്ലിറ്റിങ്. ഇനി അടുത്ത് നമ്മുടെ ഏതാണ്? N = 6ൻ്റെ സ്പ്ലിറ്റിങ്. CH3യുടെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് N = 2 അല്ലായിരുന്നതേ. 1:2:1. ഓക്കെ, നമ്മൾ സ്പെക്ട്രോ അനലൈസ് ചെയ്യുവാണ്. സ്പെക്ട്രോ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to 10. നമ്മുടെ റെഫറൻസിന് നമ്മൾ വരച്ചു വെച്ചു.
TMS ടെട്രാമീഥൈൽ സിലൈൻ. ഇനി നമ്മൾ നോക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളത്. നമ്മുടെ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളത് ടെട്രാമീഥൈൽ സിലൈൻ്റെ അടുത്തോട്ട് വരും. പിന്നെ ക്ലോറിനും ഫ്ലോറിനും ബ്രോമിനും അയഡിനും ഒന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പം വേറൊന്നും ശ്രദ്ധിക്കേണ്ട. ആദ്യം വരയ്ക്കേണ്ടത് ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ള ആരുടെ ആയിരുന്നു? CH3 ആയിരുന്നു. ആ CH3 സ്പ്ലിറ്റിങ്ങിൻ്റെ അകത്ത് എത്ര വന്നു? N=2 അല്ലേ വന്നുള്ളൂ. അപ്പോൾ 1:2:1 അല്ലേ വന്നത്? 1:2:1 1:2:1. അപ്പോൾ ഇത് ചെറുതായിട്ട് വരയ്ക്കണേ. 1:2:1. ഇതിങ്ങനെ മക്കളെ ഇത് മായ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. 1:2:1. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതില്ലാത്താണ്, വായിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നിട്ടല്ലോ. ഇനി അടുത്തതെന്ന് പറയാം, അതായത് ഇത്രേ വരുന്നുള്ളൂ. 1:2:1. ഇത് രണ്ടും ചെറുതായിട്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? N=6 എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്? നോക്കി വരച്ചോണം. അതിന് തൊട്ടിപ്പുറമായിട്ട് വരച്ചോണം. 1:6:15:20 പിന്നെ 15 ഒരുപോലെ ഇരിക്കണം. 15:6:1. ഇത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1:6:20:15:6:1. ഇത്രയായിട്ടാണ് സ്പ്ലിറ്റിങ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഏതാണ്? 1:2:1. ഈ രണ്ടും ഒരുപോലെ ഇരിക്കണം കേട്ടോ. സ്പ്ലിറ്റിങ് കയറിപ്പോയി. അപ്പം ഇതാണ് ഈ ഇതിൻ്റെ പ്രൊപ്പൈൻ്റെ എന്തെന്ന് പറയുന്നത്, NMR സ്പെക്ട്രം എന്ന് പറയുന്നത്. വേർഡ്സിൽ എഴുതുമ്പോഴത്തേക്കിനും CH2 സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജനെ ആശ്രയിച്ച്, അത് കഴിഞ്ഞ മുമ്പിലത്തെ പോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്തത് ഇത് ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്തത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അടുത്തതിലോട്ട് പോകാം. വായിക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് 6ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, 3ആയിട്ടും. ഓക്കെ, അല്ല 7ആയിട്ടും 3ആയിട്ടും. ഇനി അടുത്ത ഏതാണ്? CH3CHCl2. ഇങ്ങനെ ഒരു ഇതിൻ്റെ വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കുന്നു അല്ലേ? CH3CHCl2 2 ക്ലോറോ ഈഥേൻ അല്ലേ? ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേന് എങ്ങനെയാണ്? CH3 നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഈ കാർബണാറ്റത്തിലും സ്പ്ലിറ്റിംഗ് ഉണ്ട്, ഈ കാർബണാറ്റത്തിലും ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ടിനും സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാർബണാറ്റം എന്നുള്ളത് അല്ലെങ്കിൽ CH3 എടുത്തു. CH3യുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 Cl2 ഉണ്ട്, 1 ഹൈഡ്രജനും ഉണ്ട്. N=1. അപ്പം N+1 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. ഇനി അടുത്ത നമ്മുടെ ഏതാണ്? CHCl2 അല്ലേ? CHCl2ന് ഒന്നുകിൽ CHCl2 എന്ന് ഒരുമിച്ച് അങ്ങ് എഴുതിക്കോ. CHCl2ൻ്റെ അകത്ത് N= എത്ര വരും? നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഉണ്ട്? 3 ഉണ്ട്. അപ്പം N+1=4 ആകുമ്പോഴത്തേനും സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് 4 അല്ലേ? N+1=4. ഇനി നമ്മൾ എന്താണ് അടുത്ത് വരയ്ക്കേണ്ടത്? പാസ്കൽസ് ട്രയാങ്കിൾ. അപ്പം ഈ 2ഉം 4ഉം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ N=1 N=3 വരുന്ന രീതിയിലുള്ള പാസ്കൽസ് ട്രയാങ്കിൾ ഇപ്പോൾ വരച്ച് വെച്ചാൽ മതി. അപ്പം 1 ഈ 1 കൂടെ കൂട്ടുമ്പം 2 1 അല്ലേ? 1ഉം 2ഉം 3 2 3 1. ഏകദേശം ഇത് മതി. 4 6 4 1. ഇവിടെ N=0 N=1 N=2 N=3 N=4. ഇത്രയും മതി അല്ലേ? ഇനി നമ്മുടെ എന്ത് വരയ്ക്കാം? ഡെൽറ്റ സ്കെയിൽ വരയ്ക്കുക. 0 to 10 ഡെൽറ്റ സ്കെയിൽ ഇങ്ങനെ എഴുതുക. നമ്മുടെ ടെട്രാമീഥൈൽ സിലൈൻ ഇത്രയും നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് എഴുതി വെക്കേണ്ടതാണ്. മൊത്തം ഇത്രയും വേണം ഇത് വരച്ച് കഴിയുമ്പോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? CH3 അല്ലേ ഹൈഡ്രജൻ കൂടുതലുള്ള വരുന്ന CH3, അത് നമ്മുടെ TMSൻ്റെ അടുത്തോട്ട് വരും. അതിന് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്? N=1. N=1 എന്ന് പറയുമ്പോൾ N+1 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ വരുന്നത്? 1:1. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് CHCl2ൻ്റെ N=3 അല്ലേ? N=3 ആണെങ്കിൽ അത് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നിട്ടുണ്ട്? 4 ആയിട്ട് സ്പ്ലിറ്റ്. ഈ 3 അല്ല കേട്ടോ എഴുതി വെക്കേണ്ട, സ്പ്ലിറ്റിങ് എഴുതി വെക്കണം. N=3 ആണെങ്കിൽ N+1 അല്ലേ സ്പ്ലിറ്റിങ്? 4 എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്? 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 1:3:3:1 അല്ലേ? 1:3:3:1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
അപ്പം ഇതിൻ്റെ സ്പ്ലിറ്റിങ് മനസ്സിലാവും. അതുമല്ല ഇതെന്ന് പറയുന്നത് CH Cl2 എന്ന് പറയുന്ന രണ്ടാമതെടുക്കാൻ കാരണം ഏതാണ്? Cl2 അടുത്ത് കിടക്കുന്നുണ്ട്. അതുപോലെ ഹൈഡ്രജൻ ഇവിടെ കൂടുതലുമുണ്ട്. ഇവിടെ CH ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ഏതാ കിടക്കുന്ന ക്ലോറിന് അടുത്ത് കിടക്കുന്നുണ്ട്. ഡീഷീൽഡിങ് എഫക്റ്റിലോട്ട് വരും. ഡീഷീൽഡിങ് ഇതും കൂടി എഴുതിയേക്കണേ. രണ്ട് വശത്തും ഷീൽഡിങ്ങെന്നും ഡീഷീൽഡിങ്ങെന്നും എഴുതിയേക്കണേ. ഷീൽഡിങ് ഡീഷീൽഡിങ്. ഓക്കെ, ഷീൽഡിങ് എഫക്റ്റും ഡീഷീൽഡിങ് എഫക്റ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ കോമ്പൗണ്ടിൻ്റെ മനസ്സിലായാലോ. ഇനി നമുക്ക് അടുത്ത കുറച്ച് കോമ്പൗണ്ടുകളുണ്ട് എക്സാമ്പിളായിട്ട്. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കാം. ഇനി അടുത്ത ഈഥൈൽ അസറ്റേറ്റാണ്. ഓക്കെ, ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നോക്കിയേ, നിങ്ങൾക്ക് ഇതായിരിക്കും തരുന്നത്. ഓക്കെ, എങ്ങനെ വരുന്നത്? CH2 അല്ലല്ലോ, ഒന്നുകൂടെ വരയ്ക്കാം. ഇവിടെ CH3 അല്ലേ? CH3 C ഡബിൾ ബോണ്ട് O പിന്നെ Cl(H2) ആണ് കിടക്കുന്നത്. 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ, 2 ഹൈഡ്രജൻ. പിന്നെ CH3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സംഭവം ഉണ്ട്. ഇതിനകത്ത് 2 CH3 ഉണ്ടല്ലേ? 2 CH3 ഉണ്ട്, ഒരു C ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു O ഉണ്ട്, പിന്നെ ഒരു CH2 കൂടി ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജൻ്റെ സ്പ്ലിറ്റിങ് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? CH3 എടുക്കാം, ഈ CH3 എടുക്കാം, ഈ CH2 എടുക്കാം. ഇതേ വല്ലതും ഉണ്ടോ? C ഡബിൾ ബോണ്ട് OL വല്ലോ ഹൈഡ്രജനും ഉണ്ടോ? ഇല്ല. അപ്പം ഇത് രണ്ടും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ അതും കൂടെ ഇല്ല, O മാത്രമേ ഉള്ളൂ. അപ്പോൾ CH3 ഇതിൻ്റെ സ്പ്ലിറ്റിങ് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. പിന്നെ ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, ഈ CH3 ആണോ അതോ ഈ CH3 ആണോ ആദ്യം കിടക്കുന്നതെന്ന് നോക്കുക അല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യം എടുക്കേണ്ടത് ഏതാണെന്നുള്ളത്, അതായത് ഷീൽഡിങ് എഫക്റ്റ്, അതായത് ടെട്രാമീഥൈൽ സിലിൻ്റെ അടുത്തോട്ട് പോകേണ്ടത് ആരാണെന്നുള്ളത് ആദ്യം നോക്കുക. 2 CH3 3 ഹൈഡ്രജൻ വെച്ചുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണവും കൂടുതലാണ്, അവിടെ ഒരുപോലെയാണ് കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ആരെ എടുക്കുന്നുള്ളത് നോക്കുക. CH2 രണ്ടാമതല്ല മൂന്നാമതാണെന്നുള്ള ഒരു ഓർമ്മയുണ്ടല്ലേ? അപ്പോൾ ഇനി ഈ CH3 ആണോ ഈ CH3 ആണോ ആദ്യം എടുക്കുന്നത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഈ CH3 എടുത്ത് നോക്കുക. ഈ CH3യുടെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ആറ്റത്തിൽ വല്ലോ ഹൈഡ്രജനോ വല്ലോ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? ഇല്ല. അത് കൂട്ടി കിടക്കുന്ന ആരൊക്കെയാണ്? C ഡബിൾ ബോണ്ട് ഓയും ഒക്കെ അല്ലേ കിടക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റീവ് ആ സംഭവം. ഇലക്ട്രോ നെഗറ്റീവ് ആകുമ്പോഴത്തേന് ഇതെന്ന് പറയുന്നത് ഡീഷീൽഡിങ് എഫക്റ്റിൻ്റെ അടുത്തോട്ടേ പോകത്തുള്ളൂ. അതേസമയം ഈ CH3 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടിപ്പുറം കിടക്കുന്ന CH2 അവത്തിൽ ഹൈഡ്രജനുള്ളത്. അത് ഷീൽഡിങ് അടുത്ത് ആയതുകൊണ്ട് ഇതിൽ ഏറ്റവും ആദ്യം എടുക്കേണ്ട CH3 ഏതാണ്? ഈ CH3 ആണ് ഏറ്റവും ആദ്യം എടുക്കേണ്ട. ഇനി ഈ CH3 ആണോ ഈ CH2 ആണോ രണ്ടാമതിനെ എടുക്കേണ്ടതെന്ന് നോക്കുക അല്ലേ? ഈ CH3 ആണോ ഈ CH2 ആണോ രണ്ടാമത് എടുക്കേണ്ടതെന്ന് നോക്കാം. ഈ CH2, അതായത് ഈ CH3 എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഈ CH3 എടുത്തു കഴിഞ്ഞാൽ ഈ CH3 ആണോ, അതായത് ഈ CH3 ആണോ അതോ ഈ CH3 ആണെന്നുള്ളത് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് ഈ CH3 ആണോ ഈ CH2 ആണോ ആദ്യം എടുക്കുന്നതെന്ന് നോക്കാം. അതായത് ഈ CH2ൻ്റെ, അതായത് ഈ CH3യുടെ ഇപ്പറേ നമുക്ക് C ഡബിൾ ബോണ്ട് ഓയും പിന്നെ അതിൻ്റെ അപ്പുറയാണ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ കിടക്കുന്നത് അല്ലേ? അതേസമയം ഈ CH2 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറം CH3 ഉണ്ട്, പക്ഷേങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് ആര് കിടപ്പുണ്ട്? O കിടപ്പുണ്ട്, ഇലക്ട്രോ നെഗറ്റീവ് O കിടപ്പുണ്ട് അല്ലേ? അപ്പം അതായത് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള കിടക്കുന്ന എപ്പോഴും ഡീഷീൽഡിങ്ങിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ CH2 എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ വരയ്ക്കുന്നത്, ഡീഷീൽഡിങ് എഫക്റ്റിൻ്റെ അടുത്തോട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ CH3, രണ്ടാമത്തെ CH3, അതായത് 1, 2, 3 ഇങ്ങനെ വരത്തുള്ളേ. ഈ CH3 എഴുതി. CH3യുടെ ഫസ്റ്റ് ഒന്നാമത്തെ CH3 അല്ലേ? ഒന്നാമത്തെ CH3 എന്ന് പറയുന്നത് അതിൻ്റെ നെയ്ബറിങ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? CH2 അല്ലേ നെയ്ബറിങ് ആയിട്ടുള്ള കാർബൺ ആറ്റം. അപ്പോൾ N=2. അപ്പോൾ N+1=3 അല്ലേ? എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ഇനി അടുത്തത് ഈ CH3 ഈ CH3യുടെ സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് N=2. ഈ CH3യുടെ തൊട്ടിപ്പുറേ കാർബൺ ആറ്റത്തിൽ വല്ലോ ഹൈഡ്രജനും ഉണ്ടോ? ഇല്ല. അപ്പോൾ N=, C ഡബിൾ ബോണ്ട് ഓയൊക്കെയല്ലേ കിടക്കുന്നത്. N=0. അപ്പോൾ N+1=1 അല്ലേ? ഒന്നായിട്ടേ സ്പ്ലിറ്റ് ചെയ്യത്തുള്ളൂ, ഒരൊറ്റ ഒന്നേ ഉള്ളൂ, ഒന്നായിട്ടേ സ്പ്ലിറ്റ് ചെയ്യുള്ളൂ. ഇനി അടുത്ത നമ്മുടെ ഈ CH3 അല്ല, ഇനി ഈ CH2 ഈ CH2 ആകുമ്പം CH2 എങ്ങനെ വരും? CH2 എങ്ങനെയാണ് വരുന്നത്? N=3 അല്ലേ? N+1=4. ഇവിടെ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റത്തേക്ക് ഇത് പോയത് കേട്ടോ.
ഇനി അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഏത് വരയ്ക്കണം? പാസ്കൽസ് ട്രയാങ്കിൾ വരയ്ക്കുക. പാസ്കൽസ് ട്രയാങ്കിൾ വരച്ചിട്ട് സ്പെക്ട്രം വരയ്ക്കണം അല്ലേ? പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേനും ഇട ഉണ്ടാവും 4 വരെയുള്ള 3 n=3 വരെയുള്ള വരയ്ക്കാം അല്ലേ? 1 1 1 1 2 1 1 3 3 1 1 4 1 4 6 4 1. ഓക്കെ. ഇത് n=0. ഇവിടെ n=1 n=2 n=3 n=4 ഇവിടം വരെ മതി. ഇനി നമ്മുടെ ഡെൽറ്റ സ്കെയിൽ വരയ്ക്കുക. ഡെൽറ്റ സ്കെയിൽ എന്ന് പറയുന്നത് 0 to 10 ആണ്. ടെട്രാമീഥൈൽ സിലേൻ എന്ന് പറയുന്നത് നമ്മുടെ TMS ആണ് അല്ലേ? റെഫറൻസ് ഇത്രയും വരച്ചു. ഡെൽറ്റ സ്കെയിൽ എന്നും കൂടി എഴുതുക. ഓക്കെ, ഇത്രയും നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് വരയ്ക്കേണ്ട കാര്യമാണ്. ഇത്രയും വരച്ചതിന് ശേഷം ആദ്യമത്തെ CH3, ഈ CH3 നമ്മൾ എടുക്കേണ്ടത്. ആ CH3യുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിൽ 2 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 3 ആയിട്ട് സ്പ്ലിറ്റ് 1:2:1 അല്ലേ? 1:2:1 1:2:1. ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തെ CH3യുടെ ഇപ്പറേ നെയ്ബറിംഗ് ആയിട്ട് വല്ല കാർബണാറ്റത്തെ ഹൈഡ്രജൻ ഉണ്ടായിരുന്നോ? ഇല്ല, 0. അപ്പോൾ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യത്തുള്ളൂ? 1 ആയിട്ട്. അതൊരെണ്ണം ഇച്ചിരി പീക്കായിട്ട് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? CH2. CH2വിൻ്റെ നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിൽ എന്താണുള്ളത്? 3 ഹൈഡ്രജൻ ഉണ്ട്. അത് 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിങ്ങനെ വരും 1:3:2. 3 ഹൈഡ്രജൻ അല്ലേ? 1:3:3:1. ഓക്കെ, അപ്പോൾ ഇതാണ് ഈഥൈൽ അസറ്റേറ്റിൻ്റെ എന്തെന്ന് പറയുന്നത്? സ്പെക്ട്രം അനാലിസിസ്, NMR സ്പെക്ട്രം അനാലിസിസ് എന്ന് പറയുന്നത്. വേർഡ്സിൽ എഴുതാനുള്ളത് നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എഴുതിയാൽ മതി. അതായത് ഇത് എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ഈഥൈൽ ബ്രോമൈഡിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ എഴുതിയിട്ട് എഴുതുക. ഓക്കെ, ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ എടുത്തോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇച്ചിരി കൂടെ ഇതായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതാണ്, ഓർഗാനിക് കോമ്പൗണ്ടാണ്. എളുപ്പമാണ് സംഭവം. ഇനി ഡൈഇഥൈൽ ഈഥർ, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഡൈഇഥൈൽ ഈഥർ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് കിട്ടും നമുക്ക്. അതായത് ഡൈഇഥൈൽ ഈഥറിൻ്റെ എങ്ങനെയാണ്? ഇവിടെ CH2 അല്ല CH3 CH2 അങ്ങനെയല്ല കിടക്കുന്നത്. നോക്കി എഴുതാതെ CH3 CH2 പിന്നെ ഏതാ ഒരു O CH2 CH3. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ളതാണ്. നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് 2 CH3 ഉണ്ട്, 2 CH2 ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ആദ്യം ആരെ എടുക്കുക എന്നുള്ളത് ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഒരുമാതിരി നമുക്ക് മനസ്സിലായി കാണാം. ഈ CH3 എടുത്താലും ഈ CH3 എടുത്താലും ഇതിൻ്റെ 2 പേരുടെയും നെയ്ബറിംഗ് കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജൻ അല്ലെ നെയ്ബറിംഗ് കാർബണാറ്റം എന്ന് പറയുന്ന ഈ CH3യും ഈ CH2 ഈ CH2 അതായത് 2ൻ്റെ അപ്പുറം ഇപ്പുറം ആരാ കിടക്കുന്ന? CH2 കിടക്കുന്നത് അല്ലേ? ഒന്നിൻ്റെ അപ്പുറം ഒന്നുമില്ല, അപ്പുറത്തേൻ്റെ ഇല്ല, ഒരു സൈഡിൽ CH2 കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തമ്മിലും എന്താണ്? ഒരേ എൻവയോൺമെൻറ്റ്. ഇതിന് രണ്ടും കൂടി നമുക്ക് ഒരേ പീക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് നമ്മുടെ ഈ CH2 എടുക്കണോ ഈ CH2 എടുക്കണോ നോക്കുക. ആദ്യത്തെ CH2 എടുത്തു കഴിഞ്ഞാൽ ഇപ്പറേ CH3യും ഇവിടെ OU ആണ്. ഈ CH2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ CH3യും ഇവിടെ OU ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ എന്താണ്? എൻവയോൺമെൻറ്റ് സെയിം ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് കൊടുക്കുക? B എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 എണ്ണത്തിൻ്റെ സ്പ്ലിറ്റിങ് മാത്രം നോക്കിയാൽ പോരെ അല്ലേ? അപ്പോൾ ആദ്യത്തെ Aയുടെ സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് CH3 എന്ന് എഴുതുക അല്ലേ? CH3യുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? Aയുടെ എന്ന് പറയുന്നത് രണ്ടും കൂടെ കോമൺ ആയിട്ടല്ലേ എടുക്കുന്നത്. ഈ CH3യുടെ എടുത്താൽ CH2 ആണ്, ഈ CH3 എടുത്താൽ CH2 ഒരുപോലെ എടുത്താൽ മതി. അപ്പം CH2 മാത്രമേ ഉള്ളൂ. n=2 ആണ്, n+1=3 ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഏതാണ്? B അല്ലേ? B എന്ന് പറയുന്ന ആരാണ്? CH2ൻ്റെ ഓക്കെ CH2. n= എത്രയാണ്? നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജൻ. ഈ CH2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു OU ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്. ഈ CH2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു OU ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും സെയിം അല്ലേ വരുന്നത്. അതായത് നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ എണ്ണം 3 അല്ലേ ഉള്ളൂ. n=3. അപ്പോൾ n+1=4. അപ്പം 4 ആയിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് വരയ്ക്കുവാണ്. പാസ്കൽസ് ട്രയാങ്കിളും വരച്ച് വെക്കുക. 1 1 1 1 2 1 1 3 3 1 ഇത്രയും മതിയായിരിക്കുമല്ലോ. n=0 n=1 n=2 n=3. ഓക്കെ, 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഇനി നമ്മുടെ ത്രെഡ്
0 to 10 ഡെൽറ്റ സ്കെയില് ടെട്രാമീഥൈൽ സിലേൻ TMS ടെട്രാമീഥൈൽ സിലേൻ അതും എഴുതി. ഇനി നമ്മുടെ ആദ്യത്തെ CH3 എടുക്കുക. അതിൽ ഹൈഡ്രജൻ കൂടുതലുള്ള വരുന്നത്, അതിൻ്റെ അപ്പുറം ഇതായിട്ടൊന്നും ഇല്ലല്ലോ, കടപ്പില്ലല്ലോ. ഇനി അതിൻ്റെ CH3 ആദ്യമുള്ള എടുക്കുക. അതിൻ്റെ നെയ്ബറിങ് ആയിട്ടുള്ള പ്രോട്ടോൺ എത്രയാണ്? 2 അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് 3 സ്പ്ലിറ്റ് ചെയ്യും. 1:2, 2:1. ഓക്കെ. ഇനി അടുത്ത സ്പ്ലിറ്റിങ് എന്ന് പറയുന്നത് എന്താണ്? CH2ൻ്റെ N=3 4 സ്പ്ലിറ്റ് ചെയ്യും. 1:3:3:1 1:3:3:1 1:2:1 ഇതും കൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ. ഇവിടെ ഡീഷീൽഡിങ് ഇവിടെ ഷീൽഡിങ്. ഓക്കെ. അപ്പോൾ ഇത്രയും ഇതിൻ്റെ മനസ്സിലായല്ലോ, ഷീൽഡിങ് ഡീഷീൽഡിങ്. ഇനി അടുത്ത ഏതാണെന്നുള്ളത് നോക്കാം. അടുത്ത ഡൈഈഥൈൽ സക്സിനേറ്റാണ് വരുന്നത്. ഡൈഈഥൈൽ സക്സിനേറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു എഥനോളിൻ്റെയും കൂടെ കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. ഡൈഈഥൈൽ സക്സിനേറ്റ് ഇതൊക്കെ ഏറ്റവും എളുപ്പമുള്ള. ഡൈഈഥൈൽ സക്സിനേറ്റ് എന്ന് പറയുമ്പം ഇത് ഈ പടത്തിൽ തന്നെ കിടപ്പുണ്ടല്ലോ. അതായത് നമ്മൾ ഇവിടെ എന്താണ്, ഇതിൻ്റെ അകത്തും കിടപ്പുണ്ട് 2 CH3. ഈ CH3 എടുക്കണോ? ഈ CH3 ഉണ്ട്, CH2 ഉണ്ട്, CH2 ഉണ്ട്, CH3 ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്തൊക്കെ ആദ്യം ആരൊക്കെ എടുക്കുന്നത് നോക്കാം. ആദ്യത്തെ നമ്മുടെ CH3 2 ഉണ്ട്. ഈ 2 CH3യുടെ ഇപ്പുറം ആരാണ് കിടക്കുന്നത്? 2 CH3യുടെ ഇപ്പുറം ആരാണ് കിടക്കുന്നത്? ഈ CH3 എടുത്താലും ഈ CH3 എടുത്താലും CH2 ആണ് ആദ്യം കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും അല്ലേ. ഈ രണ്ടിൻ്റെ എൻവയോൺമെൻറ്റ് ഒരുപോലെ ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ CH2 ആണോ ഈ CH2 ആണോ അതോ ഈ CH2 ആണോ ഈ CH2 ആണോ നോക്കാം. ഈ 2 CH2 എടുത്തു കഴിഞ്ഞാൽ സെയിം എൻവയോൺമെൻ്റ് ആണ് CH3. പക്ഷേ എങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറം കിടക്കുന്ന എന്താണ്? ഓക്സിജനാണ്, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് ലാസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അതായത് C ആയിട്ടുള്ളതിൻ്റെ കൂട്ടത്തിലോട്ട് വരും അല്ലേ. ഇനി ഈ CH2 എടുത്തു കഴിഞ്ഞാൽ ഈ 2 CH2 എടുത്തു കഴിഞ്ഞാൽ ഒരേ എൻവയോൺമെൻ്റ് ആണ് വരുന്നത്. C ഡബിൾ ബോണ്ട് OO ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ C അല്ലേ കിടക്കുന്നത്. അപ്പം ഇച്ചിരി കൂടി ഇലക്ട്രോ നെഗറ്റീവ് കുറവാണ്, ഓക്സിജൻ തന്നെയല്ലല്ലോ. അപ്പോൾ ഇത് സെക്കൻഡായിട്ട് എഴുതുക. ഓക്കെ. അപ്പം A എന്ന് പറയുന്നത് CH3 അല്ലേ. CH3യുടെ നെയ്ബറിങ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൽ എത്ര ഹൈഡ്രജൻ? ഇത് ഒരു എൻവയോൺമെൻ്റ് അല്ലേ. N=2 എന്ന് കൊടുക്കുക അല്ലേ. N+1 3 സ്പ്ലിറ്റിങ് കിട്ടി. ഇനി അടുത്ത B എന്ന് പറയുമ്പം ആരാണ്? ഈ രണ്ടാമത്തെ, അതായത് CH2 വരും. രണ്ടാമത്തെ CH2, ഈ CH2. അപ്പോൾ അതിൻ്റെ നെയ്ബറിങ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൽ ഉണ്ടോ? ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. N=0. അപ്പോൾ N+1 ഇനി അടുത്ത C എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? CH. അടുത്ത CH2 അപ്പം N= അതിൽ ഇപ്പറേ കിടപ്പുണ്ട്, 3 കിടപ്പുണ്ട്. കൺസിഡർ ചെയ്യുന്ന ഈ രണ്ടിൻ്റെയും കൂടെ A എന്ന് കൊടുക്കുന്ന 6 എന്ന് പറഞ്ഞ് കൊടുക്കത്തില്ല കേട്ടോ, 3 വരത്തുള്ളൂ. A അല്ലേ, ഒരേ എൻവയോൺമെൻ്റ് അല്ലേ. അപ്പോൾ N+1 4 അത് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. ഇനി ഇതിൻ്റെ ഡെൽറ്റ സ്കെയിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇടയില്ല, അതുകൊണ്ടാണ് 1:1:1 2 1 1 3 3 1 ഇത്രയും വരത്തുള്ളായിരിക്കുമല്ലോ. N=0 N=1 N=2 N=3 ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ സ്കെയിൽ വരയ്ക്കുമ്പം 0 to 10 എളുപ്പമല്ലേ ഇത് വരയ്ക്കുമ്പം. ടെട്രാമീഥൈൽ സിലേറ്റ് TMS. അപ്പോൾ ഈ രണ്ടിൻ്റെ Aയുടെ വരയ്ക്കുക. Aയുടെ എത്രയുണ്ട്? സ്പ്ലിറ്റ് A എന്ന് പറയുന്നതിൻ്റെ സ്പ്ലിറ്റിങ് ഹൈഡ്രജൻ കൂടുതലല്ലേ. അപ്പോൾ സ്പ്ലിറ്റിങ് എത്രയുണ്ട്? 3 1:2:1 അല്ലേ, 3 അല്ലേ. N=2 അല്ലേ. ഇനി അടുത്ത CH2ൻ്റെ N=0 അല്ലേ. അപ്പോൾ ഒരൊറ്റ സ്പ്ലിറ്റിങ്ങേ കാണത്തുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് CH2 ആണ്. CH2ൻ്റെ ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? CH2ൻ്റെ വരുമ്പോൾ N=3 അല്ലേ ലാസ്റ്റത്തിൻ്റെ. അപ്പം 1:3:3:1 1:3:3:1 ഓക്കെ. 1:3:3:1 1:2:1 ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റിങ് മനസ്സിലായി. അതായത് ഈ ഓക്സിജൻ അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ആയിപ്പോയത് കേട്ടോ, അത് ഓർത്തോണം. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത് കൊണ്ടാണ് ലാസ്റ്റ് ആയിപ്പോയത്. ഇവിടെ പക്ഷേ C കഴിഞ്ഞിട്ടാണ് ഈ O ഒക്കെ കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് രണ്ടാമതെടുത്തത്. ഓക്കെ. അപ്പം ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ലാസ്റ്റത്തെ ഒരെണ്ണം വരുന്നത് ഇത് വരുന്ന ആൽക്കഹോൾ, അതായത് ഹൈഡ്രോ OH ഗ്രൂപ്പ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്.
ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത എഥനോള്. ഈ എഥനോള് അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ ഈ OH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അവിടെ പെട്ടെന്ന് ഹൈഡ്രജൻ ബോണ്ടിങ് നടന്നിട്ട് അവിടെ ഒരു പീക്കായിട്ട്, അതായത് ഇത്ര ഓർത്താൽ മതി, എഥനോളിൻ്റെ OH ഗ്രൂപ്പിൻ്റെ ഒക്കെ വരുമ്പോഴത്തേനും എക്സ്ട്രാ ഒരു പീക്ക് ലാസ്റ്റ് നമ്മൾ വരച്ചേക്കുക. അതായത് ചില ആൻസർ സ്കീമയിൽ OH ഗ്രൂപ്പിന് ഒരു പീക്കാണ്, ചിലത് കാണത്തില്ല ആൻസർ സ്കീമയിൽ. അപ്പം എക്സ്ട്രാ ഒരു ഇതെന്ന് പറയുന്ന വരച്ച് വെച്ചേക്കുക. അതായത് പെട്ടെന്ന് ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്ന കാരണം അവിടെ ഒരു പീക്ക്, ഷാർപ്പ് പീക്ക് കാണിക്കുന്നുണ്ട് എന്ന് ഉണ്ട്. സ്പെക്ട്രം കാണിക്കാറുണ്ട്, ഒരു പീക്ക് കാണിക്കാറുണ്ട് ഈ എഥനോള്, പ്രൊപ്പനോൾ, OH ഗ്രൂപ്പ് വരുന്നതിനെല്ലാം. അപ്പോൾ ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വരുമ്പോൾ എങ്ങനെയാണ്? CH3 വരുമ്പം CH3യുടെ N എന്ന് പറയുന്നത് നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൽ 2 ഹൈഡ്രജൻ, N+1 3. പിന്നെ അതുപോലെ തന്നെ CH2ൻ്റെ N=3. ഈ CH2ൻ്റെ എടുത്ത് കഴിയുമ്പോൾ നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജനാണ്. ഈ കാർബണാറ്റത്തിൽ 3 ഉള്ളൂ. ഇവിടെ ഓക്സിജനിലാണ് ഹൈഡ്രജൻ കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ N=3 വരുള്ളൂ, N+1 4. പിന്നെ ലാസ്റ്റ് എന്താണ്? ഈ OHന് അത് എഴുതൊന്നും വേണ്ട, വരച്ചു വെച്ചാൽ മതി. ലാസ്റ്റ് OHന് ഒരു പീക്ക് എക്സ്ട്രാ വരച്ചേക്കും കേട്ടോ. അപ്പം ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 1 1 1 1 2 1 1 3 3 1. ഇത്രയും നോക്കിയാൽ പോരെ? 0, N=1, N=2, N=3. ഇനി നമ്മൾ എന്ത് വരയ്ക്കുക? 0 to 10 ടെട്രാമീഥൈൽ TMS, ടെട്രാമീഥൈൽസിലെ ആദ്യത്തെ CH3യുടെ എണ്ണം എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺ 2 1:2:1. ഓക്കെ, 1:2:1. ഇനി അടുത്തെന്ന് പറയുന്നത് N=2, CH2ൻ്റെ N=3 അല്ലേ. അപ്പോൾ വരുന്നത് എങ്ങനെയാണ്? 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1:3:3:1, 1:3:3:1. ഇത്രയേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ OHൻ്റെ ലാസ്റ്റ് ഒരു പീക്കും കൂടി അങ്ങ് വരച്ച് വെക്കാം. മാറ്റി അങ്ങോട്ട് OHൻ്റെ കൂട്ടത്തിലൊന്നും വരച്ച് വെക്കല്, OHൻ്റെ മാത്രം ഇവിടെ OH എന്നും കൂടി എഴുതി വെച്ചേക്കാം. OHൻ്റെ പീക്കും കൂടെ ലാസ്റ്റ് അങ്ങ് വരച്ച് വെക്കാം. അതുപോലെ തന്നെയാണ് പ്രൊപ്പനോൾ. ഇത് എഥനോളാണ്. പ്രൊപ്പനോൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? പ്രൊപ്പനോളെന്ന് ഇത് മനസ്സിലായല്ലോ അല്ലേ? ഇനി അടുത്തത് പ്രൊപ്പനോളിൻ്റെ ഒന്ന് ചുമ്മാ നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അത് ഞാൻ കൊടുത്തിട്ടില്ല. നമുക്കൊന്ന് പ്രൊപ്പനോളൊന്ന് എഴുതിയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പ്രൊപ്പനോൾ എന്ന് പറയുമ്പം CH3 CH2 CH2 OH അല്ലേ? CH3 CH2 OH. ഓക്കെ. അപ്പം OH ആയപ്പോഴത്തേക്കിനും ഇതിന് എന്തുണ്ടാ? OH വരുമ്പോഴത്തേനും എന്താ പറഞ്ഞത്? ഒരു പീക്ക് എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആദ്യം നമ്മുടെ CH3 എടുക്കുക. CH3 എടുക്കുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് വരുന്നത്? CH3 എടുക്കുമ്പോഴത്തേക്കിനും നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബൺ ആറ്റം എന്ന് പറയുന്നത് CH2 ആണ്. N=2, N+1=3, 3 സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. ഇനി അടുത്തത് ഈ CH2 എടുക്കണോ ഈ CH2 എടുക്കണോ നോക്കാം. ഈ CH2 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം കാർബണും ഹൈഡ്രജനും ഒക്കെ ഉള്ളൂ. പക്ഷേ ഈ CH2 എടുത്തു കഴിഞ്ഞാൽ ഒരു O കഴിഞ്ഞിട്ടാണ് H, അതായത് ഇലക്ട്രോ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ CH2 ആയിട്ട് എടുക്കുന്നത് ഇവനെ ആയിരിക്കും എടുക്കേണ്ടത് അല്ലേ. CH2 വേണം നമുക്കിവിടെ AB എന്ന് കൊടുക്കാം. ABC, അടുത്ത B കൊടുക്കാം. CH2ൻ്റെ നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൽ എത്രയുണ്ട്? ഈ CH2ൻ്റെ നെയ്ബറിംഗ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൽ ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. 3 2 5 ഉണ്ട്. N=5, N+1=6. ഇനി അടുത്തത് ഏതാ? ഈ CH2. ആ CH2C അല്ലേ. CH2 N=, ഈ ഓക്സിജൻ എടുക്കണം. അതിൻ്റെ അകത്ത് വേണ്ട കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജൻ എടുക്കണ്ട. അപ്പം N=, എത്ര എടുക്കുക? 2 അല്ലേ വരത്തുള്ളൂ. N=2, N+1=3. നമ്മുടെ ഡെൽറ്റ സ്കെയിൽ വരയ്ക്കുക. ഡെൽറ്റ സ്കെയിൽ 5 വരെയുള്ള വരയ്ക്കണം അല്ലേ. 1 1 1 2 1 1 3 1 1 4 6 4 1. ഇനി ഒരെണ്ണം കൂടി വേണ്ടി വരും. 1 5 10 10 5 1 അല്ലേ. അപ്പോൾ ശരിയായില്ലേ? സ്പ്ലിറ്റിങ് 1 2 3 4 5 6. 5 എണ്ണം ഉണ്ടല്ലോ 6 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടം വരെ വരച്ചു. ഇനി ഡെൽറ്റ സ്കെയിൽ വരയ്ക്കുക. 0 to 10 ഡെൽറ്റ സ്കെയിൽ എന്ന് കൊടുക്കുക. ടെട്രാമീഥൈൽ TMS എന്ന് കൊടുക്കുക.
അല്ലേ, ടെട്രാമീഥൈൽ സ്ലേറ്റ്. നമ്മുടെ CH3 എത്ര, ആദ്യത്തെ CH3 3ആയിട്ട് 1:2, 2:2, ഇനി പെട്ടെന്ന് വരയ്ക്കാനുള്ളതല്ലേ ഉള്ളൂ, 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അടുത്തതെന്ന് പറയുന്ന 5, അപ്പോൾ 6 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. നോക്കിയാൽ 1:5:10:10:5:5 5:1. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് 3ആയിട്ടല്ലേ സ്പ്ലിറ്റിങ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ വരും, അടുത്തതിൻ്റെ കൂട്ടി 1:2, 2:1. ഇനി അടുത്ത ലാസ്റ്റ് ഒരു പീക്കും കൂടെ അങ്ങ് വരച്ചു, OHൻ്റെ. ഇത്രയാണ് ഏതെന്ന് പറയുന്നത്, ഇത്രയാണ് പ്രൊപ്പനോളിൻ്റെ പിന്നെ സ്പെക്ട്രോ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും എല്ലാവർക്കും, അതായത് ഇത്ര നമ്മൾ കുറേ കോമ്പൗണ്ടിൻ്റെ ഇന്ന് പഠിച്ചിട്ടുണ്ട്. സ്പെക്ട്രോ അനലൈസ് മിക്കപ്പോഴും ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 2 ക്ലോറോപ്രൊപ്പേനും 1 ക്ലോറോപ്രൊപ്പേനും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. അത് നമ്മൾ സ്പെക്ട്രോ അനലൈസ് ചെയ്തെടുത്താൽ മതി. 1 ക്ലോറോപ്രൊപ്പേൻ്റെ അത് നമ്മൾ ഇത് കോമ്പൗണ്ട് വരച്ചിട്ട് നമ്മൾ ഇതിനെ വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. 1 ക്ലോറോപ്രൊപ്പൈൻ 2 ക്ലോറോപ്രൊപ്പൈൻ നടുക്കാണ് ക്ലോറിൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് മാറി വരും. അതൊക്കെ ഓർത്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.